നേപ്പാളിൻ്റെ സാമ്പത്തിക വളർച്ചയെപ്പറ്റി ഒരു സ്പെഷ്യൽ ഇഷ്യൂ ജേണൽ തന്നെ ഇറക്കിയിരിക്കുകയാണ്. പ്രൊഫസർ CA നൈനാൻ സാർ ചീഫ് എഡിറ്റർ, ഞാനാണ് എൻ്റെ മാനേജിങ് എഡിറ്റർ. കഴിഞ്ഞ വർഷം ജൂൺ 25 ത്രിപുര യൂണിവേഴ്സിറ്റിയുടെ 65ാം ജന്മവാർഷികത്തിന് ബർത്ത്ഡേക്ക് ഒരു പ്രോഗ്രാം ഗവൺമെൻറ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്ത് ഓഫ് നേപ്പാൾ സ്പെഷ്യൽ ഇഷ്യൂ വിത്ത് 68 articles very relevant for Nepal. കേരളവും നേപ്പാളും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നുണ്ട്. 3,60,00,000 ഉണ്ട് നേപ്പാളിൽ, പക്ഷേ 3 കോടിയേ ഉള്ളൂ. കേരളത്തിൽ 14 ജില്ലയുണ്ട്, നേപ്പാളിൽ 7 സ്റ്റേറ്റും 77 ജില്ലയുണ്ട്. കേരളത്തിലെ ഒരു ചീഫ് മിനിസ്റ്ററും 21 മൊത്തം മന്ത്രിമാർ 21 നേപ്പാളിൽ അത് നൂറുകണക്കിനാണ്. ലാൻഡ് ഏരിയ ഓഫ് നേപ്പാൾ ഈസ് 4 times than കേരള. അതിൻ്റെ കണ്ടൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഡിറ്റോറിയൽ ബൈ മാനേജിങ് എഡിറ്റർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഒരു കുട്ടിയെ 11-12 പഠിപ്പിച്ചു. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി ബാംഗ്ലൂർ പോയി മരണത്തിലേക്ക് എത്തിയായിരുന്നു, ഡെങ്കു പിടിച്ച്. ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കുട്ടി ഡൈവോഴ്സിലേക്ക് എത്തിയത് തിരിച്ചു പിടിക്കാൻ പറ്റി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ്. നേപ്പാളിൻ്റെ സാമ്പത്തിക വളർച്ചയെ പറ്റിയുള്ള പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ബ്രോഷർ ഇവിടെയുണ്ട്. അതിൻ്റെ ബ്രോഷറിൻ്റെ റോയൽ ഫാമിലി ഓഫ് നേപ്പാൾ. കിങ് ത്രിഭുവൻ്റെ മകൻ മഹേന്ദ്ര, മഹേന്ദ്രയുടെ മകൻ ബിരേന്ദ്ര. ഇപ്പോൾ ബിരേന്ദ്രയുടെ മകള് ശ്രുതിയുടെ 2 മക്കൾ. ഇപ്പോൾ ശ്രുതിക്ക് അന്ന് 24 ഇപ്പോൾ ഈ ഇളയ കൊച്ചിൻ്റെ 24, എന്ന് വെച്ചാൽ 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടിക്ക് ഗിർവാണിക്ക് 2 വയസ്സുണ്ടായിരുന്നു, ഇപ്പോൾ അവൾക്ക് 26. അവൾ സൈക്കോളജിസ്റ്റ്. ഇവള് ഇളയ കുട്ടി 24 വയസ്സേ ഉള്ളൂ, അഡ്വക്കേറ്റാണ്. ഇതാണ് ഈ 2 കുട്ടികൾ. നമുക്ക് തേർഡ് വേൾഡ് വാർ ഷുഡ് ബി അഗെയിൻസ്റ്റ് സ്റ്റാർവേഷൻ. Third World War should be against starvation. Starvation is our enemy. Third World War against starvation. Nepal and India can start. All countries will join. Within 3 years, we can stop starvation from the entire world. So very easy to stop starvation from the entire world. It is our duty. So different types of plans. उसका बारे में how it is possible. Then second article is on India can start IIT, ISER, AIIMS, etc. for Nepal. That is also possible. Then another article, Kathmandu ring road में metro चाहता है. Then East-West railway for Nepal. East-West railway for Nepal. Then there's virtual colleges. Anybody want, they can study. That is the idea. Then 3,000 post offices, profit centers and as People's Bank. ഇന്ത്യയിലെ പോസ്റ്റ് സിസ്റ്റം വളരെ നല്ലതാണ്. അതുപോലെയൊക്കെ ഇത് ഇവിടെ ചെയ്യാവുന്നതാണ്. റബ്ബർ പ്ലാന്റേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫാക്ടറീസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. പഞ്ചസാര ഫാക്ടറിയില്ലേ, പഞ്ചസാര നല്ലത് കൃഷി ചെയ്താൽ അതിൻ്റെ ഫാക്ടറിയൊക്കെ ഉണ്ടാക്കിയാൽ നേപ്പാളിന് ഒത്തിരി വളരാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ ഷുഗർ കെയിൻ്റെ ഡയറക്ടറാണ് ഹേമപ്രഭ. ഇത് നല്ല കരിമ്പ് നട്ട് കഴിഞ്ഞാൽ നേപ്പാളിന് അങ്ങനെയുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. ജാക്ക് ഫ്രൂട്ടും മാങ്ങയും ഒക്കെ 2 മാസമേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് ഗ്രാഫ്റ്റിംഗ് വഴി നമുക്കത് 12 മാസത്തേക്ക് മാറ്റാൻ പറ്റും. ചക്ക അതുപോലെ തന്നെ. MS സ്വാമി അതിനെപ്പറ്റിയുണ്ട്. ഇൻക്രീസ് ഓഫ് BSc നഴ്സിംഗ് സീറ്റ്സ് 50,000. then MBBS ഇപ്പോൾ 1,500 സീറ്റേ ഉള്ളൂ. അതൊരു 50,000 ആക്കാൻ വളരെ സൗകര്യം, എളുപ്പം എത്തിച്ചാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണമല്ലോ. ഞാൻ ICU യൂണിറ്റ് കിടന്ന കാര്യം, ഡയബറ്റീസിനെ പറ്റി ചെയ്ത കാര്യം, ഓട്ടിസത്തെ പറ്റി ചെയ്ത കാര്യം. ഓട്ടിസത്തിൻ്റെ പ്രോഗ്രാം ചെയ്ത് പ്രൈം മിനിസ്റ്റർ ഒലിയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് സിംഗോണ ഡയറക്ടറേറ്റ്. നേപ്പാളിൽ ഞാൻ ഇന്ത്യയിലെ ഡോക്ടറെ കൊണ്ടൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയതാണിത്. ഇന്ത്യയിലെ ഡോക്ടർ
നേപ്പാളിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തിയതാണ്. ഇത് ആദ്യത്തെ ജേണലിൻ്റെ യൂണിവേഴ്സിറ്റി കാഠ്മണ്ഡു സിറ്റി ഓഫ് ഫ്ലവേഴ്സ്, സിറ്റി ഓഫ് ഫ്രാഗ്രൻസ്, അതിൻ്റെ ബ്രോഷറാണ്. അപ്പോൾ കാഠ്മണ്ഡു ഒരു പൊല്യൂട്ടഡ് സിറ്റിയാണ്, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രൊഫസർ വിജയസ്മിൻ്റെ സംഭാവനകൾ, ബാലസന്തോഷ് കോളേജ്, അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. ഞാനും മംഗലാപുരത്ത് പഠിപ്പിച്ച 106 വർഷം കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ച കാര്യം. പിന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ പീസിന് നമുക്കൊരു യൂണിവേഴ്സിറ്റി അത്യാവശ്യമാണ്. അതുപോലെ ഡെമോക്രസി, ഇന്ന് കാണുന്ന ഡെമോക്രസി അല്ല, അതിന് വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി ആവശ്യമാണ്. പിന്നെ കുടുംബശ്രീ മോഡൽ നേപ്പാളിൽ നല്ലതായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഫുട്ബോൾ കേരള